പ്രിയമുള്ള സഹോദരന്മാരെ, മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ കർണാടകയിലും അതുപോലെ കേരളത്തിലും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ലോകത്ത് എല്ലാ ഭാഗങ്ങളിലും അവർ പ്രവർത്തിക്കുകയും അതുപോലെ ഹിദായത്തിൻ്റെ വെളിച്ചം കാണിച്ചു കൊടുക്കുകയും ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് അവിടെ വിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ ഈ മഞ്ഞരിട്ടുവിലും അതുപോലെ മാച്ചാറിലും പള്ളിത്തടുക്ക അടക്കമുള്ള പരിസര പ്രദേശങ്ങളിലെല്ലാം മഹാന്മാരായ ഔലിയാക്കൾ അവരുടെ ദീനീ പ്രചരണത്തിന് വേണ്ടി ഇത്തരം സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് അവസാനമായി അവരുടെ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞ് ഈ ലോകത്തോട് വിട പറഞ്ഞ് അവർ നമ്മെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പാപങ്ങളും വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. മഹാന്മാരായ ഔലിയാക്കളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഓ ജനങ്ങളെ അറിയുക, ഇന്ന ഔലിയാ അല്ലാഹ്, തീർച്ചയായും അല്ലാഹുവിൻ്റെ ലക്ഷക്കണക്കായ ഔലിയാക്കൾ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ഒരു വിഷയത്തിലും പേടിക്കാത്തവരാണ്. വലാ ഹും യഹ്സനൂൻ, ഒരു വിഷയത്തിലും ദുഃഖിക്കാത്തവരാണ്. അതേ സമയത്ത് ഇവിടെ ഒരുമിച്ച് കൂടിയ എനിക്കും നിങ്ങൾക്കുമൊക്കെ എന്തെല്ലാം വിഷയങ്ങളിൽ ഭയമാണ്, എന്തെല്ലാം വിഷയങ്ങളിൽ ടെൻഷനാണ്, എന്തെല്ലാം വിഷയങ്ങളിൽ ബേജാറുകളാണ്. ഒന്നിന് പുറകെ മറ്റൊന്നായി ടെൻഷനുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ബേജാറുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ലോകത്ത് ബേജാറോ ടെൻഷനോ മുഷിപ്പോ ദുഃഖമോ ഇല്ലാത്ത മനുഷ്യരുണ്ടെങ്കിൽ അത് മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ്. അതാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഓ ഇവിടെ ഒരുമിച്ച് കൂടിയ ജനങ്ങളെ, നാമൊക്കെ ഔലിയാക്കളെ മഹബ്ബത്ത് വെക്കുന്നവരാണ്, അവരെ സ്നേഹിക്കുന്നവരാണ്, അവരെ പിരിശം വെക്കുന്നവരാണ്. ഔലിയാക്കളുടെ മക്ബറകളിൽ ചെന്ന് സിയാറത്ത് ചെയ്യുന്നവരാണ്. പക്ഷേ ഞാനടക്കമുള്ള എല്ലാ ആളുകളും സിയാറത്തും അതുപോലെ ഔലിയാക്കളുടെ സമീപത്തും പോകുന്നവരാണ്. പക്ഷേ നിർബന്ധമായ കാര്യങ്ങളിൽ നാം വീഴ്ച വരുത്താറുണ്ടോ എന്ന് നമ്മെക്കുറിച്ച് നാം തന്നെ ചിന്തിക്കേണ്ടതാണ്. എല്ലാ ദിവസത്തിലും 5 പ്രാവശ്യം 5 വക്ത് നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നിർബന്ധമാക്കിയിട്ടുണ്ടല്ലോ. ആ 5 വക്ത് നമസ്കാരം ജമാഅത്തായി നിസ്കരിക്കുന്നതിൽ നാം എത്ര കണ്ട് കണിശത പുലർത്തുന്നവരാണ് എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടവരാണ്. നമ്മുടെ മഹാരഥന്മാരായ ഔലിയാക്കൾ അവർ ജീവിതത്തിൽ അവരുടെ സൽക്രമങ്ങളെല്ലാം ഒന്നൊഴിയാതെ ചെയ്തു പോയ മഹാന്മാരാണ്. സിയാറത്തിന് പോകുന്ന നമ്മളെല്ലാവരും, അതുപോലെ സിയാറത്തിനും ഉറൂസിനും പോകുന്ന നമ്മളെല്ലാവരും നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ പിറകോട്ടടിക്കുന്നവരാണോ എന്ന് നമ്മളെക്കുറിച്ച് നാം ആലോചിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, മഹാനായ ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു തആല അൻഹു തങ്ങൾ മദീനത്തെ പള്ളിയിലെ മുഅദ്ദിനായിരുന്നുവല്ലോ. കണ്ണിന് കാഴ്ചയില്ലാത്ത സ്വഹാബിയായിരുന്നുവല്ലോ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ പഠിപ്പിക്കുകയാണ്. ഓ സ്വഹാബ,
നിങ്ങൾ 5 വക്ത് നമസ്കാരം ജമാഅത്തായി പള്ളിയിൽ വന്ന് നമസ്കരിക്കണേ എന്ന് പഠിപ്പിക്കുമ്പോൾ 2 കണ്ണിനും കാഴ്ചയില്ലാത്ത സ്വഹാബി വര്യനായ ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു തആല അൻഹു തങ്ങള് നബി തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, എനിക്ക് 2 കണ്ണിനും കാഴ്ചയില്ലല്ലോ, എന്നെ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ ഒരു സഹായിയില്ല, ഒരു കൂട്ടുകാരനില്ല. ഓ നബിയെ, ഞാൻ വീട്ടിൽ വെച്ച് തന്നെ നമസ്കരിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബി വര്യനായ ഇബ്നു ഉമ്മി മക്തൂം തങ്ങളോട് ചോദിക്കുകയാണ്, ഇബ്നു ഉമ്മി മക്തൂം, ഓ ഇബ്നു ഉമ്മി മക്തൂം തങ്ങളെ, അൽ തസ്മഉൻ നിദാഅ മിനൽ മസ്ജിദ്, അങ്ങ് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നത് കേൾക്കാറുണ്ടോ? ഇബ്നു ഉമ്മി മക്തൂം തങ്ങൾ പറയുകയാണ്, നഅം യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, ഞാൻ പള്ളിയിൽ നിന്ന് മുഅദ്ദിന് ബാങ്ക് വിളിക്കുന്നത് കേൾക്കാറുണ്ട്. എന്നാൽ അജിബ്, നീ ഉത്തരം നൽകണേ, പള്ളിയിലേക്ക് പോയി നീ നമസ്കരിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കണ്ണിന് കാഴ്ചയില്ലാത്ത സ്വഹാബി വര്യനോട് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ 2 കണ്ണുകൾക്കും കാഴ്ചയുള്ള, കാലുകൾക്കും കൈകാലുകൾക്കും ശേഷിയുള്ള, ശരീരത്തിന് ആഫിയത്തുള്ള നമ്മളിൽ എത്ര പേര് ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകാറുണ്ട്? നെഞ്ചത്ത് കൈവച്ച് ആലോചിച്ചു നോക്കൂ. ഓ മുഅ്മിനീങ്ങളെ, 2 കണ്ണിനും കാഴ്ചയില്ലാത്ത സ്വഹാബി വര്യൻ എല്ലാ ജമാഅത്തിനും നബിതങ്ങളുടെ പള്ളിയിൽ പോയിരുന്നുവെങ്കിൽ ആരോഗ്യ ദൃഢഗാത്രായ നമ്മള് പള്ളിയിൽ പോകുന്നില്ലെങ്കിൽ വളരെ മോശം തന്നെയല്ലേ? അല്ലാഹു നമുക്ക് ജമാഅത്തായി ഉസ്താദുമാരുടെ ബാക്കിൽ നിന്ന് നിസ്കരിക്കാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹ്. ജമാഅത്തിന്റെ കാര്യത്തിൽ ഒരിക്കലും നാം പിറകോട്ട് പോകരുത്. എന്തെല്ലാം സൽക്രമങ്ങളുണ്ടോ ആ സൽക്രമങ്ങളിലെല്ലാം നാം മുന്നോട്ട് വന്നുകൊണ്ട് നാം ഒക്കെ മാതൃകയാകണോ. അല്ലാഹു നമുക്കതിന് ഭാഗ്യം നൽകുമാറാവട്ടെ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരെ, നാമൊക്കെ എല്ലാ ദിവസത്തിലും എടുക്കേണ്ട കാര്യങ്ങൾ അതുപോലെ എടുത്തുകൊണ്ട് നല്ലവരായി ജീവിച്ച് സ്വർഗത്തിൽ മഹദിമാരായ ആയിഷ റളിയല്ലാഹു തആല അൻഹാ, അതുപോലെ ഫാത്തിമത്തു സഹ്റ, ഖദീജത്തുൽ കുബറ എന്നിത്യാദിയുള്ള മഹദികളോടുകൂടെ സ്വർഗത്തിൽ കടക്കാൻ നാമൊക്കെ ശ്രമിക്കണേ. അല്ലാഹു നമുക്കതിന് ഭാഗ്യം നൽകുമാറാവട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, സ്വർഗത്തിൽ കടക്കുന്ന വനിതകൾ ആരാണ്, സ്വർഗത്തിൽ കടക്കുന്ന പെണ്ണാരാണ്. അത് വിശദീകരിച്ചുകൊണ്ട് നബി തങ്ങൾ പറയുകയാണ്, അൽ മർഅതു ഇദാ സ്വല്ലത്ത് ഖംസഹാ وصامت شهرها وأحسنت فرجها وأطاعت بعلها فلتدخل من أي أبواب الجنة شاءت. ഒരു പെണ്ണ് എല്ലാ ദിവസത്തിലും 5 വക്ത് നമസ്കാരം മുറയായി കൃത്യമായി നിർവഹിക്കുന്നു. വസാമത്ത് ഷഹ്റഹ, വിശുദ്ധ റമദാൻ വരുമ്പോൾ നോമ്പനുഷ്ഠിക്കുന്നു. വഅഹ്സനത്ത് ഫർജഹ, സഹോദരിമാർ അവരുടെ ഗുഹ്യസ്ഥാനങ്ങളെ ഹറാമിൽ നിന്ന് സൂക്ഷിക്കുന്നു. വഅതാഅത്ത് ബഅലഹ, ഭർത്താവിനെ അനുസരിക്കേണ്ടതുപോലെ അനുസരിക്കുന്നു. എന്നാൽ ഫൽതദ്ഖുൽ മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശാഅ, സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽപ്പെട്ട ഏത് കവാടങ്ങളിലൂടെയും അവർക്ക്
പ്രവേശിക്കാൻ കഴിയുമെന്ന് ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഓ ഉമ്മമാരെ, നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ ഒരിക്കലും പിറകോട്ടടിക്കരുത്. ഭക്ഷണം പാകം ചെയ്യാനുണ്ടെങ്കിലോ, വീട്ടിൽ നിങ്ങൾക്ക് വേലയുണ്ടെങ്കിലോ, വീട്ടിൽ നിങ്ങൾക്ക് പണിയുണ്ടെങ്കിലോ, നിസ്കാരം കളാക്കിയുള്ള വർക്കുകൾ നമുക്ക് വേണ്ട. നിസ്കാരം കളാക്കിയുള്ള ഓൺലൈൻ മജ്ലിസുകൾ, ഓൺലൈൻ പരിപാടികൾ നമുക്ക് വേണ്ട. നിസ്കാരം അതത് സമയത്ത് നിർവഹിച്ചുകൊണ്ട് സ്വർഗത്തിൽ കിടക്കാൻ നമുക്ക് ശ്രമിക്കണം. അല്ലാഹു നമുക്കതിന് ഭാഗ്യം നൽകുമാറാവട്ടെ. അതുപോലെ ഭർത്താവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട്, ഭർത്താവിനെ അനുസരിച്ചുകൊണ്ട് നാം ജീവിക്കണം. എങ്കിലേ നമുക്ക് സ്വർഗം കരഗതമാക്കാൻ സാധിക്കുകയുള്ളൂ. ഭർത്താവിനോട് ഒരിക്കലും ദേഷ്യപ്പെട്ടുകൊണ്ട്, ഭർത്താവിൻ്റെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് നാം അവരെ ദേഷ്യം പിടിപ്പിച്ചാൽ, അവരുടെ മനസ്സ് വേദനയായി പോയാൽ നരകത്തിൽ കിടക്കേണ്ടി വരൂ. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, സഹോദരന്മാരെ, എല്ലാ ആളുകളും, ഭാര്യ ഭർത്താക്കന്മാർ കുടുംബജീവിതം നല്ല രൂപത്തിൽ നടത്തി, പ്രശ്നങ്ങളില്ലാതെ, അല്ലലില്ലാതെ, അലട്ടലില്ലാതെ, സ്നേഹബന്ധത്തോടെ, പിരിശപ്പാടോടുകൂടെ നമ്മുടെ കുടുംബജീവിതം മുന്നോട്ട് നടത്തിയാൽ നമുക്ക് സ്വർഗത്തിൽ കിടക്കാൻ വളരെ എളുപ്പമായിരിക്കും. അല്ലാഹു നമുക്കതിന് ഭാഗ്യം നൽകുമാറാവട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയ രക്ഷിതാക്കളോട്, ഉമ്മമാരോട്, പെങ്ങന്മാരോട് പറയാനുള്ളത്, നമ്മുടെ കാലഘട്ടം വളരെ മോശമായി കൊണ്ടിരിക്കുന്ന സമയമാണ്. വിദ്യാർത്ഥികളെല്ലാം തെറ്റ് നുണഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കള്ള് നുണഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കഞ്ചാവിൻ്റെ നുണ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് പഠിപ്പിക്കുകയാണ്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര فأبواه يحفدانه أو ينصرانه أو يمجسانه. ഏതൊരു കിടാവും ഈ ലോകത്തേക്ക് പിറന്നു വീഴുമ്പോൾ സത്യം ഉൾക്കൊള്ളാനുള്ള പ്രകൃതിയോടുകൂടെയാണ് ഒരു കിടാവ് ഈ ലോകത്തേക്ക് പ്രസവിക്കപ്പെടുന്നത്. ആ കുട്ടിയെ ജൂതനും ക്രിസ്ത്യാനിയും മതമുള്ളവനും മതമില്ലാത്തവനുമാക്കി മാറ്റുന്നത് അവൻ്റെ രക്ഷിതാക്കളാണ്. ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, രക്ഷിതാക്കളെ, നമ്മുടെ മക്കളെ വളർത്തുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് വളർത്തേണ്ടതാണ്. 5 വക്ത് പള്ളിയിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുപോകാൻ നമ്മുടെ ഉപ്പമാരോട് ഏൽപ്പിക്കേണ്ടതുണ്ട്. ആത്മീയമായ വിദ്യാഭ്യാസം അവർക്ക് നൽകണോ, ധാർമ്മികമായ വിദ്യാഭ്യാസം നൽകണോ. കാലി നിങ്ങൾ ഭൗതികത മാത്രം ആലോചിച്ച് നിങ്ങളെ മക്കളെ ഡോക്ടറാക്കാനും എഞ്ചിനീയറാക്കാനും അതുപോലെ മറ്റു വലിയ ഉദ്യോഗസ്ഥന്മാരാക്കാൻ വേണ്ടി വലിയ കോഴ്സുകൾ നിങ്ങൾ പഠിപ്പിക്കാം, അതിന് പ്രശ്നമില്ല. പക്ഷേ അതിനോടൊട്ടിയെ ആത്മീയമായ ധാർമ്മികമായ വിദ്യാഭ്യാസം നൽകിയില്ല എങ്കിൽ നാം വിരൽ കടിക്കേണ്ടി വരും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇന്ന് നമ്മുടെ പരിസരങ്ങളിലൊക്കെയുള്ള സ്കൂളുകൾ, കോളേജുകൾ, സ്ഥാപനങ്ങളെല്ലാം, അതിലെല്ലാം കള്ളു കുടിക്കുന്ന മക്കളില്ലേ, അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന മക്കളില്ലേ. നമ്മുടെ ഉജറ പോലീസ് സ്റ്റേഷനിലും അതുപോലെ
വെൽത്തങ്ങാടിയും അടുത്തുള്ള പോലീസ് സ്റ്റേഷനുകളിലൊക്കെ ചെറുപ്പക്കാരായ വിദ്യാർത്ഥികളെ എത്ര പേരുകളാണ് കള്ള് കുടിച്ചതിൻ്റെ പേരിൽ, അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചതിൻ്റെ പേരിൽ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും സെയിൽ ചെയ്തതിൻ്റെ പേരിലൊക്കെ എത്ര വിദ്യാർത്ഥികളെയാണ് പിടിക്കപ്പെട്ടത്. അതുകൊണ്ട് ഉമ്മമാരെ, രക്ഷിതാക്കളെ, നമ്മുടെ മക്കളെ നമ്മളെ കാക്കണേ. നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അവസാനം വിരല് കടിച്ചിട്ട് ഉസ്താദിനോടും അതുപോലെ തങ്ങളോടും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് നമ്മുടെ മക്കളെ നല്ലവണ്ണം ശ്രദ്ധിച്ചുകൊണ്ട് ഭൗതികമായ വിദ്യാഭ്യാസത്തോടൊപ്പം ധാർമ്മികമായ വിദ്യാഭ്യാസവും നൽകി നല്ല സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ നാമൊക്കെ ശ്രമിക്കണോ. അള്ളാഹു നമുക്കതിന് ഭാഗ്യം നൽകുമാറാവട്ടെ. നാം നമ്മുടെ മക്കളെയോ ബിദഈ കക്ഷികളുടെ സ്കൂളുകളിൽ, അവരുടെ മദ്രസകളിൽ ആരെയും പഠിപ്പിക്കാൻ പാടില്ല. കഴിഞ്ഞ ദിവസം മുജാഹിദിന്റെ സലഫിക്കാരുടെ സമ്മേളനം നടന്നപ്പോൾ ആ സമ്മേളനത്തിൽ ഒരു മൗലവി പ്രസംഗിച്ചത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഒരു കിടാവ് ഈ ലോകത്തേക്ക് പിറന്നു വീണാൽ, മുസ്ലിമീങ്ങളുടെ കിടാവാണ് പിറന്നു വീണതെങ്കിൽ, പഴയ കാലത്തെ നമ്മളൊക്കെ കേട്ട് പരിചയമുള്ളതാണല്ലോ. ഒരു കാതിൽ പാങ്കും രണ്ടാമത്തെ കാതിൽ ഇഖാമത്തും കൊടുത്തുകൊണ്ട് വായിൽ മധുരം കൊടുക്കണമെന്നൊക്കെ പഴയ കാലം മുതലേ നാം കേട്ടുവന്നതാണല്ലോ. സലഫി എന്താണ് പ്രസംഗിച്ചത്? അതിന് ഒരിക്കലും ഹദീസിന്റെ പിൻബലമില്ല, ആ ഹദീസ് ലഈഫാണ് എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്ന സലഫിക്കാരുടെ മദ്രസകളിൽ, അവരുടെ പള്ളികളിൽ ഒരിക്കലും നമ്മുടെ മക്കളെ ചേർത്തരുത്. നമ്മുടെ മക്കളെ അങ്ങോട്ട് കൊണ്ടുപോയി വിദ്യാഭ്യാസം നൽകരുത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് റോഡ് സൈഡുകളിലൊക്കെ ധാരാളം ആളുകൾ നിൽക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ മുമ്പിൽ കുർസുകൾ ബാക്കി നിൽക്കുകയാണ്. എല്ലാവരും കുർസിലിരുന്ന് സഹകരിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് കടക്കാനുണ്ട്. ദുആ എന്നത് ഒരു മുസ്ലിമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, അദ്ദുആഉ സിലാഹുൽ മുഅ്മിനീൻ. ദുആ എന്നത് അത് മുഅ്മിനിന്റെ ആയുധമാണ്. മുഅ്മിനിന്റെ ആയുധമാണ് ദുആ. മുഅ്മിനിന്റെ ആയുധം തോക്കോ അല്ലെങ്കിൽ ഗണ്ണോ ബോംബോ അല്ല. ഏതൊരു മുഅ്മിനിന്റെയും ആയുധം ദുആയാണ്. ദുആ കൊണ്ട് ഫലിക്കാത്ത ഒരു കാര്യവുമില്ല. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഖുൽ മാ യഅ്ബഉ ബികും ലൗലാ ദുആഉകും. നിങ്ങളിൽ നിന്ന് പ്രാർത്ഥന ഉണ്ടാകുമായിരുന്നില്ലെങ്കിൽ നിങ്ങളെ റബ്ബ് പരിഗണിക്കൂല. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് റബ്ബ് ഞങ്ങളെ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, നാം ഉറൂസിന് വേണ്ടി മഹാന്മാരായ ഔലിയാക്കളുടെ സമീപത്ത് വരുമ്പോൾ, അതുപോലെ മറ്റു മജ്ലിസുകളിൽ വെച്ച് ദുആ ചെയ്യുന്നവരാണല്ലോ. ആ ദുആ കൊണ്ടാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും പൂർത്തിയായി കിട്ടുന്നത്. എന്നാൽ നമ്മുടെ ദുആ സ്വീകരിക്കണമെങ്കിൽ ധാരാളം നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പാലിച്ച് ദുആ ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മുടെ ദുആ പൂർണ്ണമായും റബ്ബ് സ്വീകരിക്കുകയുള്ളൂ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട 8ഓളം നിബന്ധനകളുണ്ട് ദുആ സ്വീകരിക്കാൻ. ആ 8ൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിബന്ധനയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക.
സ്വലാത്തു ചൊല്ലാതെ ഡയറക്റ്റായി നാം ദുആയിലേക്ക് പ്രവേശിച്ചാൽ നമ്മുടെ ദുആ റബ്ബ് കബൂലാക്കുകയില്ല. ആകാശത്തിൻ്റെയും അതുപോലെ ഭൂമിയുടെയും ഇടക്ക് നമ്മുടെ ദുആ ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. സ്വലാത്ത് അവനെ ആരംഭിച്ചോ, സ്വലാത്ത് ചൊല്ലിയോ ദുആയുടെ മുമ്പായി, എന്നാൽ അവൻ്റെ ദുആ സ്വീകരിക്കപ്പെടുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട നിബന്ധന, മാതാപിതാക്കൾക്ക് വേണ്ടി അതുപോലെ മറ്റു മുസ്ലിമീങ്ങൾക്ക് വേണ്ടി നന്മ കൊണ്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ നാമാക്കി മാറ്റിയ നമ്മുടെ മാതാപിതാക്കൾ മറ്റു മുസ്ലിമീങ്ങൾക്ക് വേണ്ടി നന്മ കൊണ്ട് പ്രാർത്ഥിക്കുക. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ദുആ കബൂലാകുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. മൂന്നാമത്തെ നിബന്ധനയായി മഹാന്മാർ പഠിപ്പിക്കുകയാണ്, ഹൃദയ സാന്നിധ്യത്തോടുകൂടെ ദുആ ചെയ്യണം. ഹൃദയ സാന്നിധ്യത്തോടുകൂടെ ദുആ ചെയ്യണം. കൽബിലേക്ക് യാതൊരു ബന്ധവുമില്ലാതെ അവനെങ്ങനെ ദുആ ചെയ്യുന്നു, റബ്ബേ ദോഷം പൊറുക്കണമേ, ആവശ്യങ്ങൾ പൂർത്തിയാക്കി തരണമേ എന്നിങ്ങനെ ദുആ ചെയ്യുന്നു. പക്ഷേ അവൻ്റെ കൽബ് മറ്റെവിടെയോ ആണ്. നബി തങ്ങൾ പറയുകയാണ്, അശ്രദ്ധവാന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുകയില്ല. അശ്രദ്ധയായി ആര് ദുആ ചെയ്യുന്നോ അവൻ്റെ ദുആ റബ്ബ് സ്വീകരിക്കുകയില്ല. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു വഴിയിലൂടെ നടന്നു പോകുകയാണ്. അവിടുന്ന് അതാ ഒരു ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞ് റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ ഉറ്റിച്ച് ദുആ ചെയ്യുകയാണ്. ഇത് കണ്ട് വേദനയോടെ മൂസാ നബി അലൈഹിസ്സലാം റബ്ബിനെ വിളിച്ചു പറയുകയാണ്, യാ റബ്ബി, എൻ്റെ റബ്ബേ, നിന്റെ അടിമകളിൽപ്പെട്ട ഈ യുവാവ് കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളി ഉറ്റിച്ച് ദുആ ചെയ്യുന്നുണ്ടല്ലോ റബ്ബേ, നീ അവനെ പരിഗണിക്കുന്നില്ലല്ലോ, അവൻ്റെ ആവശ്യങ്ങൾ നീ പൂർത്തിയാക്കി കൊടുക്കുന്നില്ലല്ലോ. അവൻ എൻ്റെ നിയന്ത്രണത്തിലാണെങ്കിൽ ഞാൻ അവൻ്റെ കാര്യങ്ങൾ പൂർത്തിയാക്കി കൊടുത്തേനെ എന്ന് മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹി റബ്ബിനോട് പറഞ്ഞപ്പോൾ റബ്ബ് മൂസയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ മൂസ, ഓ മൂസാ നബിയേ, അദ്ദേഹം ദുആ ചെയ്യുന്നു, പക്ഷേ അദ്ദേഹത്തിന്റെ കൽബ് തട്ടിയല്ല ദുആ ചെയ്യുന്നത്, കൽബ് മറ്റെവിടെയോ ആണ്. അങ്ങനെ ദുആ ചെയ്താൽ അശ്രദ്ധവാന്റെ ദുആ സ്വീകരിക്കുകയില്ല. ഈ വിവരം വന്ന് ആ ചെറുപ്പക്കാരനോട് കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഓർമ്മപ്പെടുത്തിയപ്പോൾ അതാ ഹൃദയ സാന്നിധ്യത്തോടുകൂടെ ദുആ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ ദുആ അല്ലാഹ് സ്വീകരിക്കുകയോ അവൻ്റെ ആവശ്യങ്ങൾ അല്ലാഹ് പൂർത്തിയാക്കി കൊടുക്കുകയും ചെയ്യുകയാണ്. അഞ്ചാമത്തെ കാര്യം, നാലാമത്തെ കാര്യം മഹാന്മാർ പഠിപ്പിക്കുകയാണ്, തിന്മകൾ ഉപേക്ഷിക്കുക. സർവ തിന്മകളും ഉപേക്ഷിക്കുക. ഫിത്ന ഫസാദുകൾ ഉണ്ടാക്കാൻ പാടില്ല. അത് തങ്ങന്മാരെ സംബന്ധിച്ചാണെങ്കിലോ പള്ളിയിലെ ഖതീബന്മാരെ സംബന്ധിച്ചാണെങ്കിലോ ഉസ്താദുമാരെ സംബന്ധിച്ചാണെങ്കിലോ സാധാരണക്കാരെ പറ്റിയാണെങ്കിലോ ആലിമീങ്ങളെ പറ്റിയാണെങ്കിലോ ആരെ സംബന്ധിച്ചും ഗീബത്ത് പറഞ്ഞുകൂടാ, നമീമത്ത് പറഞ്ഞുകൂടാ, ഫിത്നയും ഫസാദും ഉണ്ടാക്കിക്കൂടാ. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിനെ കൊണ്ടും അന്ത്യനാൾ കൊണ്ടും ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഫൽയഖുൽ ഖൈറാ, അവൻ ഖൈർ മാത്രം സംസാരിക്കട്ടെ, നല്ലത് മാത്രം പളക്ക് പറയട്ടെ. ഇനി അവന് നല്ലത് സംസാരിക്കാനില്ലെങ്കിൽ ഔലിയസ്മുത്, അവന് മിണ്ടാതിരിക്കട്ടെ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, ദുആ സ്വീകരിക്കണമെങ്കിൽ എല്ലാ തിന്മകളും നമ്മൾ ഉപേക്ഷിക്കണേ. കള്ളിൽ നിന്ന് നാം മാറി നിൽക്കണോ, കഞ്ചാവിൽ നിന്ന് മാറി നിൽക്കണോ, വ്യഭിചാരത്തിൽ നിന്ന് മാറി നിൽക്കണോ, ബഡ്ഡിയുടെ ഏർപ്പാടുകളിൽ നിന്ന് നാം മാറി നിൽക്കണോ. നാം ആരും ബഡ്ഡിയുടെ അടിമകളായി പോകാൻ പാടില്ല. ഇന്ന് ബഡ്ഡി വളരെയേറെ നമ്മളിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റാണല്ലോ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അക്കിലുഹു വമുക്കിലുഹു വശാഹിദുഹു കുല്ലുഹും ഫിന്നാർ. ബഡ്ഡി തിന്നുന്നവനോ, അത് സാക്ഷി നിൽക്കുന്നവനോ, അത് എഴുതുന്നവരുമല്ല, കുല്ലുഹും ഫിന്നാർ, അവർ മുഴുവനും നരകത്തിലാണ്. സുബ്ഹാനല്ലാഹ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരെ, രക്ഷിതാക്കളെ, ഉമ്മമാരെ, നാമൊക്കെ വീണ്ടുണ്ടാക്കുന്ന സമയത്ത്, അകമുണ്ടാക്കുന്ന സമയത്ത്, അകം കെട്ടുന്ന സമയത്ത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് നാം നമ്മുടെ വീടുകൾ നിർമ്മിക്കുകയാണെങ്കിൽ ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ ബാങ്കിൽ നിന്ന് ബഡ്ഡി വാങ്ങിച്ച് നമ്മുടെ കാര്യങ്ങൾ നാം ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും തന്നെ റബ്ബ് നമ്മുടെ ദുആ സ്വീകരിക്കുകയില്ല. ബഡ്ഡി കൊടുക്കുന്നവനോ അതുപോലെ ബഡ്ഡി വാങ്ങുന്നവനെയോ അല്ലാഹുവിൻ്റെ റസൂല് ലഅനത്താക്കിയിട്ടുണ്ട്. ബഡ്ഡിയുടെ കാശ് കൊണ്ട് അങ്ങാടിയിൽ പോയി ഭക്ഷണം വാങ്ങിച്ചു കൊണ്ടുവന്നാൽ അത് നമ്മുടെ ഭാര്യയുടെ കയ്യിൽ കൊടുത്ത് ആ ഭക്ഷണം ഉണ്ടാക്കി പാകം ചെയ്ത് നമ്മുടെ മുമ്പിൽ വെച്ചാൽ ആ തീന്മേശയിൽ നിന്ന് നാമും നമ്മുടെ മക്കളുമൊക്കെ ഭക്ഷണം കഴിച്ച് ആ ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ ഞരമ്പുകളിലൂടെ രക്തമോടിയാൽ ആ രക്തം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കാലത്തോളം റബ്ബ് നമ്മുടെ ദുആ സ്വീകരിക്കുകയില്ല. ഒരു പ്രവർത്തനവും അല്ലാഹ് സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, രക്ഷിതാക്കളെ, ചെറുപ്പക്കാരെ, ബഡ്ഡിയുടെ ഏർപ്പാടുകളിൽ നിന്ന് നാം മാറി നിൽക്കണേ. ദുആ സ്വീകരിക്കണമെങ്കിൽ ഈ ഷർത്തുകളെല്ലാം പാലിക്കേണ്ടതുണ്ട്. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അഞ്ചാമത്തെ ഷർത്ത്, നിബന്ധന ഖുശൂആണ്, ഭയഭക്തിയാണ്. ഭയഭക്തിയോടുകൂടെ നാം ദുആ ചെയ്യേണ്ടതാണ്. ആറാമത്തെ കാര്യം, കഴിക്കുന്ന ഭക്ഷണം ഹലാലായിരിക്കണം. നാം കഴിക്കുന്ന ഭക്ഷണം മുഴുവനോ ഹലാലാണോ എന്ന ഉറപ്പ് നമുക്ക് വേണ്ടേ, എങ്കിലേ നമ്മുടെ ദുആ സ്വീകരിക്കുകയുള്ളൂ. നമുക്കറിയാം, മദ്ഹബിൻ്റെ ഇമാമീങ്ങളിൽ പ്രമുഖനായ ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹു തങ്ങള് വലിയ മഹാനാണ്. ലക്ഷക്കണക്കായ ഹദീസുകൾ മനപ്പാടമുള്ള വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ മകന് ഗവൺമെൻറ് ശമ്പളം കൊടുക്കുന്ന ഒരു കാളിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ഭക്ഷണം അബൂ ഹനീഫ തങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഒരിക്കലും അത് കഴിച്ചിരുന്നില്ല. അത് ഹറാമല്ലായിരുന്നു. പക്ഷേ ഗവൺമെൻറ് ശമ്പളം കൊടുക്കുന്ന കാളിയായതുകൊണ്ട് ശുഹബത്തിൻ്റെ മുതലാണ്. അതുകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം ഒരിക്കലും അബൂ ഹനീഫ ഇമാം തങ്ങള് കഴിക്കാൻ മുതിർന്നിരുന്നില്ല. അതുകൊണ്ട് ഉമ്മമാരെ, രക്ഷിതാക്കളെ, ബഡ്ഡിയിൽ നിന്ന് മാറി നിന്ന് നാം കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഹലാലാക്കുക. എന്നാലേ നമ്മുടെ ദുആ റബ്ബ് സ്വീകരിക്കുകയുള്ളൂ. ഏഴാമത്തെ നിബന്ധന, ഖിബലക്ക് തിരിഞ്ഞ് കൈകൾ ഉയർത്തി ദുആ ചെയ്യുക. എന്നാൽ നമ്മുടെ ദുആ സ്വീകരിക്കും. അവസാനത്തെ എട്ടാമത്തെ നിബന്ധനയായി മഹാന്മാർ പഠിപ്പിക്കുന്നത്, തനിച്ചാണെങ്കിൽ ഒറ്റക്കാണെങ്കിൽ പതുക്കെയാക്കി ദുആ ചെയ്യുക. ജനങ്ങൾ ഒരുമിച്ച് കൂടിയ മജ്ലിസാണെങ്കിൽ ഉറക്കെ ദുആ ചെയ്യുക. ഇങ്ങനെയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, രക്ഷിതാക്കളെ, നാം എല്ലാവരും
എഴുന്നേറ്റ് നിന്ന് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കാൻ പോവുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സ്റ്റേജിൻ്റെ അടുത്ത് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കാൻ പോവുകയാണ്. ഒരൽപ്പം തേന് വിതരണം ചെയ്യാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ മജ്ലിസ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഓ രക്ഷിതാക്കളെ, ആഖിർ സമാനിലെ ചണ്ടിച്ചവറുകളായ നമുക്ക് റബ്ബിൻ്റെ മുമ്പിൽ രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെക്കുക, അവരുടെ പേരിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരായ ഔലിയാക്കൾ, പരിസര പ്രദേശത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാരഥന്മാരായ ഔലിയാക്കൾ, അവരെ സ്നേഹിക്കുക, അവരെ മഹബ്ബത്ത് വെക്കുക. അതിലൂടെ നമുക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയോ? ആ മഹാന്മാരുമായി ബന്ധം സ്ഥാപിക്കുക. കഴിയുമെങ്കിൽ ഒരു ദിവസം അവരുടെ പേരിൽ ഒരു യാസീൻ ഓതുക. അതിനും സമയം കിട്ടിയില്ല എങ്കിൽ ഒരു ഫാത്തിഹെങ്കിലും ഓതി അവരുമായി ആത്മീയമായ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ജീവിക്കുക. എല്ലാ തെറ്റുകളിൽ നിന്ന് മാറി നിന്ന്, ഹറാമുകളിൽ നിന്ന് മാറി നിന്ന്, നമ്മുടെ കണ്ണുകൾ ഹറാമിനെ തൊട്ട് മാറ്റി നിർത്തി, കൈകാലുകളെ ഹറാമിനെ തൊട്ട് മാറ്റി നിർത്തി, നമ്മുടെ ശരീരങ്ങളെ ഹറാമിനെ തൊട്ട് മാറ്റി നിർത്തി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മരിക്കുന്നതിൻ്റെ മുമ്പൊന്ന് നമുക്ക് കാണണം. ആ മുഖം കണ്ടുകൊണ്ട് മതി വരുവോളം അത് കണ്ട് ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഈ ലോകത്തോട് വിട പറയാൻ കഴിയണം. അതിന് നമ്മുടെ കണ്ണുകളെ നാം ശുദ്ധമാക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട്, അതുപോലെ മറ്റേ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കണ്ണിനെ കേടുവരുത്തരുത്, നമ്മുടെ ശരീരങ്ങളെ കേടുവരുത്തരുത്. ഇൻഷാ അല്ലാഹ് ഈ ഉറൂസിന് ഒരുമിച്ച് കൂടിയ ഉമ്മമാരോട് പ്രത്യേകം പറയാനുള്ളത്, നമ്മളൊക്കെ മഹാരഥന്മാരായ ഔലിയാക്കളുടെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട്, അവരുടെ സ്നേഹം കാംക്ഷിച്ചുകൊണ്ടാണ് വന്നത്. നമ്മൾ മറ്റു ഉദ്ദേശത്തിന് വേണ്ടി വന്നതല്ല. നമ്മുടെ നെയ്യത്ത് നന്നായാൽ നമ്മുടെ ഉറൂസ് പരിപാടികൾ, നമ്മുടെ മജ്ലിസുകളെല്ലാം റബ്ബ് പൊരുത്തപ്പെടും. അതേ സമയത്ത് നമ്മുടെ നെയ്യത്ത് നന്നായില്ലെങ്കിൽ നമ്മുടെ മജ്ലിസുകളെല്ലാം റബ്ബ് സ്വീകരിക്കുകയില്ല. അതെല്ലാം ഖായിബായി പോകും. അല്ലാഹു സുബ്ഹാനഹു തആല നാളെ മഹാരഥന്മാരായ ഔലിയാക്കൾ കിടക്കുന്ന ആ സ്വർഗത്തിൽ അവരോടൊപ്പം കിടക്കാൻ റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.